അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന വിവിധ രാജ്യങ്ങൾ ഇപ്പോഴും സജീവമായി യുദ്ധത്തിന്റെ അവസാനം എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ കൈവശമുള്ള എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനെ പിടിച്ചടക്കുന്നതിനുള്ള തന്ത്രപരമായ മാർഗങ്ങളും സ്വീകരിച്ചു. എന്നാൽ റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വിചാരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ യുക്രൈനിൽ സംഭവിക്കാത്തത്. ഒരുപക്ഷെ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ യുക്രൈനെ തന്റെ കൈവളയിൽ ഒതുക്കാൻ ട്രംപിന് സാധിക്കും എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ലോകശക്തിയായി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇപ്പോൾ പുടിനെയും അതുപോലെ തന്നെ സെലൻസ്കിയെയും ഒരുപോലെ വിമർശിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതും വ്യക്തമാകുന്നില്ല. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇനി ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവണം. നാറ്റോ രാജ്യങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മ വളരെ ശക്തി പ്രാപിക്കുമ്പോൾ അമേരിക്കയുടെ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ യുക്രൈനെയും പുടിനെയും വെച്ച് കളിക്കുകയാണ്. ഇവരുടെ യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തരിപ്പണമാകും എന്നുള്ളതാണ് അമേരിക്കയുടെ ചിന്താ വിഷയം. ഈ ഒരു കാര്യത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നടപടി ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ സമ്പാദ്യം എത്രത്തോളമാണെന്നുള്ളതാണ് ട്രംപ് ചിന്തിക്കുന്നത്. യുക്രൈന്റെ മണ്ണും സ്വത്തുക്കളും ഇപ്പോൾ ട്രംപിന്റെ കാൽച്ചുവട്ടിലാണോ, അതിനുവേണ്ടിയുള്ള കളികളാണോ ട്രംപ് ചെയ്യുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല. ഇതെല്ലാം വ്യക്തമാകണമെങ്കിൽ ട്രംപിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം. ട്രംപ് ഇനി ഏതെല്ലാം പദ്ധതിയാണ് ഇതിനു വേണ്ടി വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടി വരും. യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. നൂറുകണക്കിന് UAVകൾ ഉൾപ്പെടെ യുക്രൈൻ ആക്രമണത്തിന് റഷ്യ നൽകിയ തിരിച്ചടിയെ അകാരണമായി റഷ്യ യുക്രൈനെ ലക്ഷ്യമിട്ടുവെന്നും ട്രംപ് വിമർശിച്ച് പറയുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച റഷ്യക്കുള്ളിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച മാത്രം റഷ്യൻ പ്രദേശത്തിന് മുകളിലൂടെ കുറഞ്ഞത് 764 ഡ്രോണുകളാണ് യുക്രൈൻ വിന്യസിച്ചത്. എന്നാൽ അവയെല്ലാം റഷ്യ തകർത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഞ്ചരിച്ച ഹെലികോപ്റ്റർ കുർസ്ക് മേഖല സന്ദർശിക്കുന്നതിനിടെ ഒരു വലിയ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രഭാവ കേന്ദ്രത്തിൽ കുടുങ്ങിയതായും വ്യോമ പ്രതിരോധ വിഭാഗത്തിന്റെ കമാൻഡർ യൂറി ഡാഷ്കിൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് മറുപടിയായി യുക്രൈനിലെ ഒരു ഡ്രോൺ മിസൈൽ നിർമ്മാണ പ്ലാന്റിന് നേരെ റഷ്യൻ സൈന്യം ഒരു വലിയ ആക്രമണം നടത്തുകയായിരുന്നു. യുക്രൈനിയൻ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് റഷ്യയുടെ പ്രതികരണം അനാവശ്യമാണെന്നും താൻ കാണുന്ന കാര്യങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. പുടിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനല്ല, ട്രംപ് വ്യക്തമാക്കി. നമ്മൾ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം യുക്രൈനിലേക്കും മറ്റു നഗരങ്ങളിലേക്കും റോക്കറ്റുകൾ അയക്കുന്നത്. എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. റഷ്യയിലെ വ്ളാഡിമിർ പുടിനുമായി എനിക്ക് എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം തികച്ചും വെറി പിടിച്ചവനായി. ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു പോസ്റ്റിൽ ട്രംപ് പങ്കുവെച്ചതായിരുന്നു ഇത്. ഒരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നു എന്നും ട്രംപ് അവകാശപ്പെടുന്നു. ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പുടിന് പുറമെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ട്രംപ് വിമർശിക്കുന്നുണ്ട്. സെലൻസ്കിയുടെ ഇപ്പോഴത്തെ പ്രവർത്തികളിലൂടെ തന്റെ രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ കുറ്റപ്പെടുത്തൽ. അവന്റെ വായിൽ നിന്നും വരുന്നതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എനിക്ക് അത് ഇഷ്ടമല്ല. അത് നിർത്തുന്നതാണ് നല്ലത്, ട്രംപ് കുറിക്കുന്നു. UAV ആക്രമണത്തിലെ വർധന റഷ്യയും യുക്രൈനും തമ്മിലുള്ള അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും
റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യുക്രൈനെ പിന്തുണയ്ക്കുകയും സംഘർഷം തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ നേതൃത്വം നയിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി സെർജി ലെവ്രോയും പറയുന്നു. അതേസമയം റഷ്യയും യുക്രൈനും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി. ഈ മാസം ആദ്യം തുർക്കിയിൽ നടന്ന നേരിട്ടുള്ള ചർച്ചകളിൽ ഇത് സംബന്ധിച്ച് ധാരണയിലും എത്തിയിട്ടുണ്ട്. തടവുകാരുടെ കൈമാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ ഇരുപക്ഷവും കരട് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ കൈമാറുമെന്നും ലെവ്രോയ് നേരത്തെ പ്രസ്താവിക്കുകയും ചെയ്തു.